ഹായ് ഗായ്സ്, ഇന്ന് തൊട്ട് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വ്ലോഗ് സീരീസ് ഇടാനാണ് എൻ്റെ പ്ലാൻ. 7 days ആണ് ഉത്സവം. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു ദിവസം വൈകിപ്പോയി. തേജുവിൻ്റെ എൻ്റെയും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയപ്പം സെക്കൻഡ് ഡേ ആയിട്ടോ. അപ്പോൾ ഒരു 6 days ഉത്സവം വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവേ. ഞാൻ ഈ റെഡി ആവുന്നതും ഒരുക്കങ്ങൾ നടത്തുന്നതും ഒരു വെളുപ്പിനെ 2:30-3 മണി സമയത്താണ്. ഞങ്ങളുടെ അമ്പലത്തിലെ കൊടിയേറ്റിന് മുന്നേ 2 ദിവസം ദേവിക്ക് പ്രാധാന്യം നൽകി നടത്തുന്ന കളമെഴുത്തും പാട്ടുമാണ്. ദേവി ഗന്ധർവ യക്ഷി അറുകുല സങ്കല്പത്തിൽ നടത്തുന്ന തുള്ളലാണ് നിങ്ങളീ കാണുന്നതെല്ലാം. നമ്മുടെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ഒരു കാഴ്ചവെപ്പ് നടത്തി വരാറുണ്ട്. പട്ട്, മാല, കരിക്ക് ഒക്കെ നൽകി ദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങലാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെയുള്ള ചടങ്ങ് നീരാട്ടാണ്. അമ്പലക്കുളത്തിൽ എല്ലാവരും ഇറങ്ങി സന്തോഷത്തോടെ നീരാടി കുളിച്ച് അഭിഷേകത്തിനും പൂപ്പടയ്ക്കും വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇത്. താള ആരവങ്ങളോടെ നടത്തുന്ന ഈ കർമ്മങ്ങളെല്ലാം ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പുഷ്പാഭിഷേകം. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എൻ്റെ അച്ചായിയാണ്. പലതരം പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഇനിയാണ് പൂപ്പട. പൂക്കൾ വാരിയെറിഞ്ഞ് മലരും പൂക്കളും എല്ലാം കൂടെ വാരിയെറിഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. പിന്നീട് വഴിപാടായി തുലാഭാരം നേരുന്നവർക്ക് ഉള്ള ചടങ്ങുകൾ നടന്നതിന് ശേഷം കലിയടങ്ങി ജനങ്ങളോട് യാത്ര പറഞ്ഞ് പോകുന്നതായാണ് സങ്കല്പം. ഓരോ വർഷത്തെയും തുള്ളൽ അവസാനിക്കുമ്പോൾ ഒരു വിഷമമാണ്. ഇത്തവണത്തെ തുള്ളൽ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക്. ഇനി കൊടിയേറ്റ് വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.